ഹലോ ഗായ്സ്, നമുക്കൊരു സൂപ്പർ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയാലോ. അതിനായി നമ്മൾ ഓനിയൻ എടുത്ത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യാം. ഞാനിവിടെ ചെറിയ ചെറിയ പീസാക്കിയത് പെട്ടെന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ്. ഓനിയൻ കട്ട് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ടൊമാറ്റോ കൂടി കട്ട് ചെയ്തെടുക്കാം. സെയിം സൈസിൽ തന്നെയാണ് ടൊമാറ്റോയും കട്ട് ചെയ്യുന്നത്. പനീർ നമ്മൾ ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യമുള്ള ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള സാൾട്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പനീർ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി പനീർ ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ആയിട്ടുള്ള പനീറെല്ലാം നമ്മൾ കോരി മാറ്റുക. സെയിം പാനിലേക്ക് തന്നെ നമ്മൾ ആവശ്യമായിട്ട് കുറച്ചുകൂടെ ബട്ടർ ആഡ് ചെയ്യാം. ഓൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കുരുമുളക് എന്നിവ ആഡ് ചെയ്യുക. അതൊന്ന് കുക്കായി വരുമ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ഓനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കാം. കുക്കായി വരുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ഇനി അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കായി വന്നിട്ടുള്ള ഓനിയനിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. മസാലയുടെ പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കുക്ക് ചെയ്യാൻ വേണ്ടി ക്ലോസ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ നന്നായി വെന്ത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പിടി കാഷ്യൂ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി മിക്സായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി അത് നമ്മളൊരു ജാറിലേക്ക് മാറ്റി നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി അടിച്ചെടുക്കുക. നമ്മൾ സെയിം പോട്ടിലേക്ക് തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് വലിയ ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ നന്നായി അടിച്ചു വെച്ചിട്ടുള്ള മിക്സ് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കിയെടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് മിക്സ് ചെയ്തൊന്ന് അടച്ചു വെക്കാം. നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കുക്കിംഗ് ക്രീം കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പനീർ ബട്ടർ മസാല റെഡി. ഇത് പൊറോട്ടയുടെ കൂടിയും ചപ്പാത്തിയുടെ